നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യകളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് രസം. അപ്പം നമ്മൾ ഇന്നൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിപ്പ് രസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പരിപ്പ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ രസം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. പരിപ്പ് രസം ഉണ്ടാക്കുന്നതിന് ആദ്യമേ തന്നെ നമുക്ക് പരിപ്പ് ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ട് വെക്കാം. 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം. അതിനുശേഷം ഒരു 3-4 വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി അഥവാ സാമ്പാർ പുളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ഒന്ന് കുതിർത്തെടുക്കുന്നതിന് അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അരമണിക്കൂറോളം കുതിർത്തി വെച്ചിരിക്കുന്ന പരിപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം, 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് നമ്മുടെ കായപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 6 to 7 വിസിൽ വരുന്നവരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇനി രസം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. 1 ഉണ്ട വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 5 വറ്റൽമുളക്, 3 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. രസം ഉണ്ടാക്കുന്നതിന് നമ്മളൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചട്ടിയിലേക്ക് പരിപ്പ് ഒഴിക്കുന്നതിന് മുമ്പ് കുക്കറിൽ വെച്ച് തന്നെ തവി കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ച് എടുക്കുക. അതിനുശേഷം മാത്രമേ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവൂ. ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാലയുമായി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ കുക്കർ കഴുകിയ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പുളിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഈ സമയം നമുക്ക് ഈ രസത്തിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഏതെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരല്പം ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ പരിപ്പ് രസത്തിൻ്റെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.